ഹായ് ഷെമീം സാറാണ്. അപ്പൊ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ വോളിയം അഥവാ വ്യാപ്തം എന്നുള്ള ചാപ്റ്ററിന് മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം അത് നിങ്ങളെ പരിചയപ്പെടുത്താനാട്ടോ ഞാൻ വന്നത്. അപ്പൊ ഒരു കാര്യം കൂടെ അതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇപ്പോ ഇനി വീഡിയോ വെച്ചെടുക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പോ ഇനി നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രധാനപ്പെട്ട കാര്യം പഠിച്ചാലോ നമുക്ക്. ഇത് നോക്കിക്ക്, ക്യൂബിക് മീറ്ററിനെ എങ്ങനെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി എന്നറിയോ? ക്യൂബിക് മീറ്ററിൽ നിങ്ങൾക്ക് ഒരു പൂർണ്ണ സംഖ്യ ആയിരിക്കും തരിക, ഒരു സാധാരണ സംഖ്യ ആയിരിക്കും തരിക. ആ സംഖ്യയുടെ പിറകിൽ 6 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ അത് ക്യൂബിക് സെന്റിമീറ്റർ ആവും. അപ്പൊ ക്യൂബിക് മീറ്ററിലുള്ള അളവിന്റെ പിറകിൽ 6 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ അത് ക്യൂബിക് സെന്റിമീറ്റർ ആവും. അങ്ങനെയാണെങ്കിൽ 2 ക്യൂബിക് മീറ്റർ അത് എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആണ് എങ്ങനെ കാണാം? 2ന്റെ പിറകിൽ 6 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 10 ലക്ഷം കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോ ഇത്രയും ക്യൂബിക് സെന്റിമീറ്റർ ആണ് 2 ക്യൂബിക് മീറ്റർ. ക്യൂബിക് സെന്റിമീറ്റർ നമുക്ക് CC എന്ന് ചുരുക്കി എഴുതാം അല്ലെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ 17 ക്യൂബിക് മീറ്റർ, 17 ക്യൂബിക് മീറ്റർ എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആണ്, എത്ര CC ആണെന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ആദ്യമുള്ള ഹോംവർക്ക്. ഇത് മാത്രമല്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലിറ്ററിനെ എങ്ങനെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാം. നമ്മൾ ഇവിടെ പഠിച്ചത് ക്യൂബിക് മീറ്ററിനെ എങ്ങനെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാം. എങ്ങനെ മാറ്റാം? പിറകിൽ 6 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അല്ലെ, 10 ലക്ഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ലിറ്ററിനെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാനോ? ഇവിടെ 6 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ലിറ്ററിനെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ലിറ്ററിലുള്ള അളവിന്റെ പിറകിൽ 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി, അതായത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 2 ലിറ്റർ എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും? 2ന്റെ പിറകില് 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്തത് അല്ലെ, അത്രയും ക്യൂബിക് സെന്റിമീറ്റർ. എത്ര? 2000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് 2 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 17 ലിറ്റർ എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആണെന്നും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. ലിറ്ററിന്റെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിട്ട് പിറകിൽ 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അല്ലെ. ലിറ്ററിന്റെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിട്ട് പിറകിൽ 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ലിറ്ററിലുള്ള അളവിന്റെ പിറകില് 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറും. പിന്നെ അതുപോലെ ക്യൂബിക് മീറ്ററിനെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ 3 പൂജ്യമാണോ? അല്ല, ക്യൂബിക് മീറ്ററിലുള്ള അളവിന്റെ പിറകിൽ 6 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താലാണ് അത് ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് ആവുക. അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണ സംഖ്യ ആയിരിക്കും ഇതുപോലെ അളവുകൾ തരിക. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാരും ഈ കാര്യം ഓർത്ത് വെക്കുക, എന്നിട്ട് എല്ലാവരും എക്സാമിന് മാർക്ക് നേടാം കേട്ടോ. അപ്പൊ ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ലൈവ് ഒക്കെ മാഷ് ചെയ്തിരുന്നു. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ കോണ്ടന്റ് വീഡിയോയിൽ പഠിച്ചതാണല്ലേ. മാഷ് ഇനിയും നിങ്ങളെ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് കാണാം കേട്ടോ. ബൈ.